കൊടും ക്രൂരതകൾ മാത്രം വാർത്തകളിൽ പ്രതിദിനം നിറയുന്ന നാട്, അതാണ് ഇന്ന് കേരളം. നമ്മൾ ഏറ്റവും സുരക്ഷിതമെന്ന് കരുതുന്ന, സന്തോഷത്തോടെ ഇടപെടുന്ന ചുറ്റുപാടുകളിൽ പോലും അക്രമ സംഭവങ്ങൾ കൂടി വരികയാണ്. ഏറെ വിഷമിപ്പിക്കുന്നത് അത് യുവാക്കളിലും കൊച്ചു പിള്ളേരിലുമാണ്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് കൊല്ലുക, തല്ലുക, അതിക്രൂരമായ രീതിയിൽ പീഡിപ്പിക്കുക, ഇതാണ് നടക്കുന്നത്. പ്രത്യേകിച്ച് കുട്ടികളിലും യുവാക്കളിലും പെരുകുന്ന അക്രമവാസനയെക്കുറിച്ചിട്ട് അധികം ആരും സംസാരിക്കാറില്ല. അതിൻ്റെ കാരണങ്ങൾ തേടിയാരും പോവാറില്ല. ആർക്കെതിരെ എന്നൊന്നില്ലാതെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കത്തിയെടുത്ത് കുത്തുക, കയ്യൂക്ക് കാട്ടുക, കടിയിൽ കിട്ടുന്നത് എന്തും വെച്ച് ആരെയും ഏതെങ്കിലും രീതിയിൽ ഏറ്റവും ബ്രൂട്ടലായിട്ട് ഉപയോഗിക്കുക. ഇത്തരം വാർത്തകൾ, ഇത്തരം യൂത്തിൻ്റെ വാർത്തകൾ ഓരോ ദിവസവും സജഷനായിട്ട് നമ്മളെ തേടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയല്ല ഇത്തരം വാർത്തകൾ. മനസാക്ഷിയെ മരവിപ്പിക്കുന്ന തരത്തിലുള്ള അക്രമ സംഭവങ്ങളാണ് സമീപകാലത്ത് നമ്മുടെ നാട്ടിൽ, നമ്മുടെ ചുറ്റും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും കണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് നിയമപാലകരുണ്ട്, പോലീസുണ്ടല്ലോ എന്ന് മാത്രം പറഞ്ഞ് നമ്മൾ ഒഴിയരുത്. കാര്യം നിയമപാലകരായിട്ടുള്ള പോലീസുകാരെ പോലും ഉപദ്രവിക്കുന്ന, ചവിട്ടിയും കുത്തിയും വെല്ലുവിളിക്കുന്ന കൊച്ചു പിള്ളേരെയാണ് നമ്മൾ കാണുന്നത്. അത് ഈ കൊച്ചു കേരളത്തിലാണ്. എന്ന് വെച്ചാൽ എന്തിനും ഒരു കയർപ്പുമില്ലാത്ത വിഭാഗമായി മാറിയിരിക്കുന്നു യുവതലമുറയിലെ ഒരു വിഭാഗം ആളുകളെന്ന്. എന്താണ് ഈ അവസ്ഥയുടെ കാരണം? ആളുകളെ ഒന്നിനും മടിയില്ലാത്ത ക്രിമിനലുകളും കൊലപാതകികളുമാക്കുന്നതിൻ്റെ കാരണങ്ങൾ എന്താണെന്നാണ് ചോദ്യം. ഒരു കാരണം മാത്രം പറഞ്ഞ് ഒഴിയാനായിട്ട് സാധിക്കാത്ത കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിഷയമാണ്. അതുകൊണ്ട് ഈ വീഡിയോ മാക്സിമം നിങ്ങൾ കാണണം. നിങ്ങൾക്ക് ഇഷ്ടം തോന്നുകയാണ് ചുമ്മാ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. അതെന്തിനാണെന്ന് ചോദിച്ചാൽ കൂടുതൽ ആളുകളിലേക്ക് കാണട്ടെ എന്നൊരു ഉദ്ദേശം കൊണ്ട് മാത്രമാണ്. സാമൂഹ്യപരമായിട്ടും സാംസ്കാരികപരമായിട്ടുണ്ടാകുന്ന മാറ്റങ്ങൾ ഒരു കാരണമാണ്. കുട്ടികളെ വളർത്തുന്നതിൽ വരുന്ന മാറ്റങ്ങളാണ് മറ്റൊരു കാരണം. ഈ അണുകുടുംബങ്ങളിലേക്ക് വന്നു പോയപ്പോഴുണ്ടായ മാറ്റങ്ങളാണ് കുട്ടികളിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കുട്ടികളുടെ മാനസിക നിലയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, അങ്ങേയറ്റം വയലൻസ് കാണിക്കുന്ന സിനിമകളും ഗെയിമുകളുമൊക്കെ കാണുന്നതിലുണ്ടാകുന്ന, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുടെ കടന്നു കയറ്റങ്ങളിലുണ്ടാകുന്ന കുട്ടികളിലെ മാറ്റങ്ങൾ, അൺഫിൽറ്റേഡ് ആൻഡ് അൺലിമിറ്റഡ് ആയിട്ട് കുട്ടികളിലെത്തുന്ന സോഷ്യൽ മീഡിയ കണ്ടൻറ്റുകൾ, ലഹരിയുടെ പ്രഭാവം, അതിപ്രസരം തുടങ്ങി കുട്ടികളിലെ അക്രമവാസന വർദ്ധിപ്പിക്കുന്നതിനെ സ്വാധീനിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ ഇതിനകത്തെല്ലാം ഉണ്ട്. ഇതെല്ലാം തന്നെ സ്വാധീനിക്കുന്നത് കൗമാരക്കാരെയും ചെറുപ്പക്കാരെയുമാണ്. അതായത് ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യുന്ന, ചോദ്യങ്ങൾ ചോദിക്കുന്ന പ്രായമായ കൊച്ചു കുട്ടികളുടെ അല്ലെങ്കിൽ കൗമാരക്കാരായ ആളുകളെയാണ് ഇതെല്ലാം കൂടുതൽ ആകർഷിക്കുക. അതുകൊണ്ട് തന്നെ ഒരു കാരണം മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് കുറ്റം ചാരി അല്ലെങ്കിൽ പഴിചാരി നമുക്കിതിനെ അങ്ങ് ലഘൂകരിക്കാൻ പറ്റില്ല. ഒരു കുട്ടിയുടെ പെരുമാറ്റത്തിലും വളർച്ചയിലും കുടുംബവും സൗഹൃദ വലയങ്ങളും ചുറ്റിലുമുള്ള സമൂഹവുമൊക്കെ ഏറെ സ്വാധീനം ചെലുത്തുന്നുണ്ട്. പലപ്പോഴും കുട്ടികളിൽ ഉണ്ടാകുന്ന ഇത്തരം ആക്രമണവാസനകളുടെയും പെരുമാറ്റ ദൂഷ്യങ്ങളുടെയും ഒക്കെ കാരണം കുട്ടികളിലെ പ്രീഫ്രണ്ടൽ കോർട്ടക്സിൻ്റെ ശരിയായ വളർച്ചയില്ലായ്മയാണ് എന്നാണ് ശാസ്ത്രീയമായിട്ട് പറയാം. എന്ന് വെച്ചാൽ ഒരാളുടെ വ്യക്തിത്വം, ഡിസിഷൻ മേക്കിംഗ്, സാമൂഹിക പെരുമാറ്റം എന്നിവ നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിൻ്റെ വികസനത്തിൻ്റെ കുറവ്, അല്ലെങ്കിൽ ആ വികാസത്തിൻ്റെ കുറവ്, വ്യക്തികൾ കാണുന്ന ഇത്തരം എല്ലാ പ്രശ്നങ്ങളുടെയും മൂല കാരണമെന്ന് നമുക്ക് വേണമെങ്കിൽ സംഗ്രഹിച്ച് പറയാനും പറ്റും. ഇനി ഇതിൻ്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ ഉത്തരവേ ഉള്ളൂ. ബ്രെയിനിൻ്റെ ഘടന അങ്ങനെയാണ് നിങ്ങൾക്ക് അല്ലെങ്കിൽ അവർക്ക്. അതായത് നമ്മുടെ ബ്രെയിൻ വെറും ഒരു ഹാർഡ്വെയർ മാത്രമാണ്. നമ്മുടെ ഹാർഡ്വെയറിൻ്റെ സിസ്റ്റത്തിലേക്ക് അതിൻ്റെ ചുറ്റുപാടിൽ നിന്നും, മാതാപിതാക്കളിൽ നിന്നും, സമപ്രായക്കാരിൽ നിന്നുമെല്ലാമായി ധാർമ്മികവും മൂല്യപരവുമായ ഒത്തിരി ഘടകങ്ങൾ ഒരു സോഫ്റ്റ്വെയറായി എത്തേണ്ടതുണ്ട്. അങ്ങനെ ഉള്ളിലേക്ക് എത്തുന്നതിൽ നല്ലതേത്, ചീത്തയേത് എന്ന് വേർതിരിക്കാനായിട്ട് ഓരോ വ്യക്തിക്കും കഴിയേണ്ടതുണ്ട്. അതിന് സാധിക്കാതെ വരികയും കാണുന്നതും കേൾക്കുന്നതുമെല്ലാം വേർതിരിക്കപ്പെടാതെ സ്വീകരിക്കപ്പെടുകയും ചെയ്യുമ്പോഴാണ് എന്താണോ കൂടുതലായി സ്വീകരിക്കുന്നത് അതിൻ്റെ റിഫ്ലക്സ് ആർക്കായിരിക്കും, അല്ല റിഫ്ലക്സ് ആക്ഷൻ ആയിരിക്കും ഒരു പരിധിവരെ അവരുടെ സ്വഭാവമായിട്ട് പുറത്ത് കാണിക്കുക. അതുകൊണ്ട് തന്നെ അവർ കാണുന്ന സിനിമകൾ, വാർത്തകൾ, റീലുകൾ ഇതെല്ലാം ഗ്ലോറിഫൈ ചെയ്യപ്പെടുന്ന, സ്വാഭാവികവൽക്കരിക്കപ്പെടുന്ന ഏത് സംഗതിയും കുട്ടികളിൽ അതാണ് ശരിയെന്നോ അല്ലെങ്കിൽ അതൊന്നും വലിയ തെറ്റല്ല എന്നൊക്കെയുള്ള കാഴ്ചപ്പാടുണ്ടാവും. ഇത് അവരുടെ സ്വഭാവ രൂപീകരണത്തിൽ പ്രതിഫലിക്കുകയും ചെയ്യും.
ഇത് കുട്ടികളുടെ മാത്രം കുഴപ്പമൊന്നുമല്ല, ഏതൊരു മനുഷ്യൻ്റെയും ബേസിക് നേച്ചറാണ്. എന്ത് കണ്ടുപിടിക്കുകയും അത് അനുകരിക്കുകയും ചെയ്യുന്നത് മനുഷ്യൻ്റെ പൊതുവായിട്ടുള്ള ഒരു സ്വഭാവമാണ്. എന്നാൽ ഈ അനുകരണത്തിന് പുറമേ വ്യക്തിത്വ പ്രശ്നങ്ങൾ, സ്വഭാവത്തിലെ വ്യത്യാസങ്ങൾ, അമിതമായ സ്വാതന്ത്ര്യം, ശ്രദ്ധയാകർഷിക്കാനുള്ള ത്വര, അരക്ഷിത ബോധം തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ കൂടി കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ട് എന്നതാണ് വിഷയം. ഈ ചെറിയ തോതിലുള്ള അക്രമ സ്വഭാവങ്ങളും സംഘർഷങ്ങളുമൊക്കെ എല്ലാ കാലത്തുമുള്ളതാണ്. അതൊന്നും പുതിയതല്ല. പക്ഷേ ഏതൊരാളെയും ഭയപ്പെടുത്തുന്ന രീതിയിലാണ് ഇന്നത്തെ കാലത്തെ കുട്ടികൾ അവരുടെ രൂപവും ഭാവവും അവരുടെ രീതികളുമൊക്കെ മാറിയിരിക്കുന്നു എന്നതാണ് ഭയപ്പെടുത്തുന്നത്. അതിക്രൂരമായ അക്രമവാസനയാണ് പലരും പ്രകടിപ്പിക്കുന്നത്. ഇതിൽ പേരൻസിനും ജനറ്റിക്സിനുമൊക്കെ വലിയൊരു റോളുണ്ട് എന്ന് പറയാതെ തരമില്ല. കാരണം കുട്ടികളെ വളർത്തുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത് മാതാപിതാക്കളാണ്. മാതാപിതാക്കളുടെ പല ഘടകങ്ങളും അവരുടെ കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ട്, ബാധിക്കുന്നുണ്ട്. സാമൂഹ്യ വിരുദ്ധ വ്യക്തിത്വ വൈകല്യമുള്ള മാതാപിതാക്കളുണ്ടെങ്കിൽ അവർക്ക് ജനിക്കുന്ന കുട്ടികൾക്കും അത്തരം വ്യക്തിത്വ വൈകല്യങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ സാധ്യത കൂടുതലാണ്. ശരിയായ വിധത്തിൽ കുട്ടികളെ വളർത്തിയില്ലെങ്കിൽ അവർ കുടുംബത്തിനും സമൂഹത്തിനും പ്രയോജനമില്ലാതാകുകയും അത് സമൂഹത്തിന് ശല്യമാകുകയും ചെയ്യും. ഒരാളിൽ മൂല്യബോധവും വ്യക്തിത്വ വികസനവും സാമൂഹ്യ ബോധവും സഹാനുഭൂതിയും എല്ലാം ഉണ്ടാകുന്നത് വീട്ടിൽ നിന്ന് കാണുന്ന കാര്യങ്ങൾ വെച്ച് തന്നെയാണ്. കുട്ടികളുടെ മൊറാലിറ്റിയും പെരുമാറ്റവും കാഴ്ചപ്പാടുമൊക്കെ രക്ഷിതാക്കളുമായിട്ടുള്ള അവരുടെ ബന്ധത്തെ ആശ്രയിച്ചു മാത്രമാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പേരൻറ്റിങ് എന്നത് കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ ഒരു പ്രധാന പങ്കാണ്, പ്രധാന ഘടകമാണ് എന്ന് പറയുന്നത്. യാതൊരു നിയന്ത്രണമില്ലാത്ത പേരൻറ്റിങ്ങും ഓവർ കൺട്രോളിംഗ് ആയിട്ടുള്ള പേരൻറ്റിങ്ങുമൊക്കെ രണ്ടും പ്രശ്നമാണ്. ആവശ്യപ്പെടുന്ന കാര്യങ്ങളെല്ലാം അപ്പോൾ ലഭിക്കുന്ന തരത്തിൽ വളർന്നു വരുന്നവരാണ് ഇപ്പോഴത്തെ ഭൂരിഭാഗം കുട്ടികൾ. അത് നമ്മുടെ കുട്ടികളുടെ പേഷ്യൻസിനെ ഇല്ലാതാക്കും എന്ന് പറയാം. അങ്ങനെയുള്ള കുട്ടികൾക്ക് ചോദിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ തന്നെ ലഭിച്ചില്ലെങ്കിൽ സഹിക്കാൻ പറ്റിയില്ല എന്ന് വരും. അതുപോലെ തന്നെ കുട്ടികളുടെ ഒരു കാര്യത്തിലും ഇടപെടാതെ അവരുടെ ഒരു ആഗ്രഹവും സാധിച്ചു കൊടുക്കാത്ത സ്വഭാവമുള്ളതും നല്ലതല്ല. കാരണം ഇത്തരം സാഹചര്യങ്ങളോടെ വളർന്നു വരുന്ന കുട്ടികൾ ബന്ധങ്ങളെയോ വികാരങ്ങളെയോ മാനിക്കാതെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ അറിയാത്തവരായിട്ട് മാറും. കുട്ടികൾ കണ്ടും കേട്ടും പഠിക്കുന്നത് തന്നെയായിരിക്കും അവരുടെ സ്വഭാവമെന്ന് മാതാപിതാക്കൾ ഓർക്കുന്നത് നല്ലതാണ്. അതുപോലെ കുട്ടികളെ കൃത്യമായി നിരീക്ഷിക്കേണ്ടതും മാതാപിതാക്കളെന്ന നിലയിൽ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണേ. ഇനി കുട്ടികളുടെ സൗഹൃദം എങ്ങനെയുള്ളതാണെന്നും അവ ശരിയാണോ എന്നുമൊക്കെ മാതാപിതാക്കൾ കൃത്യമായി അറിഞ്ഞിരിക്കണം. കുട്ടികളുടെ പോക്ക് ശരിയല്ല, കുട്ടികളുടെ കൂട്ടുകെട്ടുകൾ ശരിയല്ല എന്നുണ്ടെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് ഇടപെടേണ്ടതും അത്യാവശ്യമാണ്. ഈ കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ചൊരു ചർച്ച നടക്കുന്ന ഒരു കാലത്തുകൂടിയാണ് നമ്മൾ നടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ശാസിച്ചോ തല്ലിയോ കുട്ടികളെ നേർവഴിക്ക് നയിക്കാൻ ഇന്ന് അധ്യാപകർക്കോ രക്ഷിതാക്കൾക്കോ ഭയമാണ്. ഇനി പേഴ്സണലി പറഞ്ഞാൽ അവരെ തല്ലി പഠിപ്പിക്കണം അല്ലെങ്കിൽ തല്ലി അവരെ നേരെയാക്കണം എന്ന് പറയുന്നതുകൊണ്ട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല. പക്ഷേ തെറ്റ് അത് ചൂണ്ടിക്കാണിക്കേണ്ടതും ശാസിക്കേണ്ടതും ഒക്കെ മാതാപിതാക്കളാണ്. പക്ഷേ തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ പോലും ഭയപ്പെടുന്ന സ്ഥിതി വളരെ മോശമാണ്. കുട്ടികളുടെ ഏറ്റവും വലിയ അവകാശമെന്ന് പറയുന്നത് അവരെ കുട്ടികളായി കാണാൻ അനുവദിക്കുക എന്നത് തന്നെയാണ്. പക്ഷേ കുട്ടികളായിട്ടല്ലാതെ പെരുമാറിയാൽ എന്തു ചെയ്യണം? പിള്ളേരല്ലേ എന്ന് പറഞ്ഞ് എല്ലാം എഴുതി തള്ളാൻ പാടില്ല. ഈ പിള്ളേർക്ക് എന്തുമാവാം എന്നുള്ളൊരു ചിന്ത ഉണ്ടാവരുതല്ലോ. ശാസിക്കേണ്ടടുത്ത് ശാസിക്കണം, തിരുത്തേണ്ടടുത്ത് തിരുത്തണം. കുട്ടികളെപ്പറ്റി പരാതി പറയുന്ന അധ്യാപകരെ ശത്രുവായി കാണാതെ സ്വന്തം കുട്ടികൾക്ക് തെറ്റ് പറ്റാമെന്ന് രക്ഷിതാക്കൾ തിരിച്ചറിയണം. അവരുടെ സ്വഭാവത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയണം, നിങ്ങൾക്കേ കഴിയൂ. മുൻകാലങ്ങളിലെ സൗഹൃദ കൂട്ടായ്മകൾക്ക് പകരം മദ്യമയക്കുമരുന്ന് പാർട്ടികളാണ് കുട്ടികളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത്. ഒട്ടുമിക്ക അക്രമ സ്വഭാവങ്ങളും അതിൻ്റെ സ്വാധീനത്തിലാണ് അരങ്ങേറുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുട്ടികൾ ലഹരിയോ അനുവദനീയമല്ലാത്ത മറ്റെന്തെങ്കിലും വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾ പരിശോധിക്കണം. നിങ്ങൾക്ക് അതിനുള്ള അവകാശവും ഉത്തരവാദിത്വവും ഉണ്ട് എന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്ക് വേണം. കാരണം അത് നിങ്ങളുടെ കുട്ടികളാണെന്നേ. കുട്ടികൾ പെട്ടെന്ന് സ്വാധീനിക്കപ്പെടുന്നവരാണ്. കാരണം ക്യൂരിയോസിറ്റിയും ഇൻഫ്ലുവൻസിങ്ങും ഒക്കെ ഈ പുതിയ ലോകത്തിൻ്റെ കാഴ്ചയിൽ അവർക്കും പുതുമയുള്ളതാണ്. അതൊക്കെ ടേസ്റ്റ് ചെയ്യാനും അതിലേക്കൊക്കെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സിനിമയിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ നിന്നും ഇൻഫ്ലുവൻസേഴ്സിൽ നിന്നും എല്ലാം ഇവർ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ടെന്നേ. ഈ മൊബൈൽ ഡിജിറ്റൽ ഉപകരണങ്ങൾ നൽകുന്ന സൗകര്യങ്ങളും സുലഭമായ ഇൻ്റർനെറ്റും അവയിൽ ഓരോ സെക്കൻഡിലും ഇരട്ടിയായി തലച്ചോറിലേക്ക് വന്ന് വീണുകൊണ്ടിരിക്കുന്ന ഫിൽട്ടർ ചെയ്യാത്ത കണ്ടൻറ്റുകളുമൊക്കെ
നമ്മളെ ഓരോരുത്തരെയും സ്വാധീനിക്കുന്നുണ്ട്. അവയിൽ നിന്ന് ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള അവസരമോ സാവകാശമോ പലപ്പോഴും കിട്ടാറില്ല. എല്ലാ പ്രായത്തിലുള്ളവരും ഈ സ്വാധീനത്തിൻ്റെ വലയത്തിലാണ്. പക്ഷേ കുട്ടികളെ അത് 10 മടങ്ങ് സ്വാധീനിക്കുന്നു എന്നതാണ് ആശങ്കയുണ്ടാക്കുന്ന വിഷയം. പണ്ട് സ്പൈഡർമാൻ, സൂപ്പർമാൻ, ഫാൻറ്റം പോലെയുള്ള, മാൻഡ്രേക്കിനെ പോലെയുള്ള നന്മ പ്രതീകങ്ങളായ കഥാപാത്രങ്ങളായിരുന്നു സൂപ്പർ ഹീറോസ്. എങ്കിൽ ഇന്ന് അതിൽ നിന്നെല്ലാം മാറി കുറ്റകൃത്യങ്ങളും മദ്യവും മയക്കുമരുന്ന് ഉപയോഗവും തെറിപറച്ചിലുമൊക്കെ നടക്കുന്നതാണ് കുട്ടികളുടെ അങ്ങനെ നടക്കുന്നവരെയാണ് ഹീറോ ആയിട്ട് കുട്ടികൾ മാറ്റുന്നത്. മുമ്പ് സിനിമകളിൽ മദ്യപാനവും പുകവലിയും ഒക്കെ മോശമായി ചിത്രീകരിച്ചിരുന്നെങ്കിൽ ഇന്ന് സ്വാഭാവികമായ രംഗങ്ങളിലും അതിലുപരി ഹീറോ പരിവേഷം നൽകുന്ന അവരിലും ഇതിൻ്റെ ഒരു നോർമലൈസ്ഡ് ഭാഗമായിട്ട് മാറി. മാത്രമല്ല വാർത്തകളിൽ പോലും അക്രമ സംഭവങ്ങളെ സിനിമാ സ്റ്റൈലെന്നും മാസ് എന്നും ടാഗ് ചെയ്യുന്നതിലൂടെ യുവതലമുറ ഇത്തരം കാര്യങ്ങളിലേക്ക് കൂടുതൽ അടുക്കുന്നുണ്ട്. ഇന്ന് ക്രിമിനൽ സ്വഭാവം കാണിക്കുകയും അക്രമം കാണിക്കുകയും ഒക്കെ ചെയ്യുന്ന വളരെ നോർമലായിട്ടും വലിയ ക്രെഡിറ്റായിട്ടുമൊക്കെയാണ് കുട്ടികൾ കാണിക്കുന്നത്. KGF പോലെയുള്ള സിനിമകളിലെ കാണിക്കുന്ന വയലൻസ് നമ്മൾ കണ്ടതാണ്. അവരെയാണ് സൂപ്പർ ഹീറോകളായിട്ട് അവരെപ്പോലെ ആവാനായിട്ടാണ് പലപ്പോഴും ആഗ്രഹിക്കുന്നത്. ദിവസവും കാണുന്ന സിനിമകളിലും ഗെയിമുകളിലുമൊക്കെ അക്രമം പതിവായി കാണുന്നത് വഴി യഥാർത്ഥ ജീവിതത്തിലെ അക്രമങ്ങളും അവർക്കൊരു നോർമലായിട്ട് മാത്രമേ തോന്നൂ. അങ്ങനെ അങ്ങ് തോന്നിത്തുടങ്ങിയ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളും നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും ആ വയലൻസ് അറിയാതെ പുറത്തേക്ക് വരും. പിന്നീട് അത് നോർമലായി കാണുന്ന ആ കാര്യങ്ങൾ പോലെ അവരങ്ങ് ചെയ്യും. അത്ര മാത്രമേ ഉള്ളൂ. ഈ കൗമാരം അല്ലെങ്കിൽ യുവത്വം എന്നത് സാഹസികതകളോട് ഭ്രമം തോന്നുന്ന കാലഘട്ടം കൂടിയാണ്. ഞാൻ ആ കാലഘട്ടത്തിലൂടെ കടന്നുപോയതാണ്. നിങ്ങൾ പലരും ആ കാലഘട്ടത്തിലൂടെ കടന്നുപോയിട്ട് അതിനപ്പുറമുള്ള കാഴ്ചകൾ കണ്ടതാണ്. ചിലപ്പോൾ നിങ്ങൾ ആ കാലത്തിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം. ചിലപ്പോൾ പ്രിയ പ്രഷറുകൾ കൊണ്ട് നിങ്ങൾ അതിലേക്ക് പോകാനായിട്ട് തിടുക്കം വെച്ചിരിക്കുന്നവരായിരിക്കാം. പല തരത്തിലുള്ള ആളുകൾ ഇത് കാണുന്നുണ്ട്. ഈ സമയത്ത് അമിതമായ സ്വാതന്ത്ര്യവും ഒന്നിനോടും പേടിയില്ലാത്ത മനോഭാവവും വകവെച്ചു കൊടുത്താൽ സംഗതി കൈവിട്ടു പോകും. അതുകൊണ്ട് തന്നെ തെറ്റുകൾക്ക് ശിക്ഷ എന്നതിലുപരി മാതൃകാപരമായ തിരുത്തലുകളും നടക്കേണ്ടതുണ്ട്. എന്തിനും ഏതിനും അനാവശ്യമായ നിയന്ത്രണം വേണമെന്നല്ല, മറിച്ച് കൈ അയഞ്ഞുള്ള അമിത വാത്സല്യവും ലാളനയും വേണ്ട. ഇതിന് രണ്ടിനുമിടയിൽ വ്യക്തവും ശക്തവുമായിട്ടുള്ളൊരു നിയന്ത്രണ രേഖ രൂപപ്പെടുത്തേണ്ടതുണ്ട്. സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ആക്രമണ പ്രവണതകളും യൂത്തിൻ്റെ വഴിതെറ്റലുമൊക്കെ നിയന്ത്രിക്കണമെങ്കിൽ സാമൂഹ്യ ചുറ്റുപാടുകൾ കൂടി മാറ്റത്തിന് വിധേയമാവണം. കുറ്റകൃത്യങ്ങൾ തടയാൻ ഒരു രാജ്യം കഠിനമായി ശിക്ഷ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അവിടുത്തെ സാമൂഹ്യ അന്തരീക്ഷം കുറ്റകൃത്യങ്ങൾക്ക് പ്രചോദനം നൽകുന്നുണ്ടെങ്കിൽ ആ നിയമങ്ങളൊക്കെ തന്നെ നിഷ്ഫലമായി പോയി എന്ന് പറയേണ്ടി വരും. നമ്മുടെ നിയമത്തിലെ ലൂപ്പ് ഹോളുകളൊക്കെ ഇന്നത്തെ ജനറേഷന് കൃത്യമായിട്ടറിയാം. അവരത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഒന്ന് ഓർക്കുക, ഓരോ മാതാപിതാക്കൾക്കും ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് ഓരോ കുഞ്ഞുങ്ങളും പിറക്കുന്നത്. പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങളുടെ കൗതുകങ്ങൾ കണ്ട് രസിക്കാറുണ്ട്. ഉറക്കളച്ചിരുന്ന് കുട്ടികൾക്ക് വേണ്ടി പാട്ടുകൾ പാടിയും അവരുടെ സുഖദുഃഖങ്ങളിലൊക്കെ പങ്കുചേർന്ന് ഒരുപാട് സ്വപ്നങ്ങളൊക്കെ കണ്ട് സ്വപ്നങ്ങൾ നെയ്ത് ജീവിതം മുന്നോട്ട് പോകുന്നതിനിടയിൽ തിരക്കുകൾക്കിടയിൽ അവരുടെ കൗതുകങ്ങൾ കുറയുന്ന സമയത്ത് അറിയാതെ അവരിൽ നിന്നുള്ള ശ്രദ്ധകൾ മങ്ങി തുടങ്ങുമ്പോൾ അവർ പുതിയ ലോകം കാണാൻ അവർ ശ്രമിക്കുന്നു. മാതാപിതാക്കൾ കണ്ടിട്ടില്ലാത്ത ആ ജനറേഷൻ ഗ്യാപ്പിൻ്റെ ഇടയിൽ അവർ പുതിയ പുതിയ മാനങ്ങളും പുതിയ പുതിയ സൗഹൃദങ്ങളും പുതിയ പുതിയ അറിവുകളും പുതിയ പുതിയ രസങ്ങളുമൊക്കെ തേടി പോകുന്നതിനിടയിൽ അവർ പോകുന്ന വഴികൾ ശരിയാണോ തെറ്റാണോ എന്ന് തിരിച്ചറിയാനായിട്ട് ആ കുട്ടികൾക്കാവതില്ലാത്തത് കൊണ്ടാണല്ലോ അവർ ചെന്ന് വീണത് എന്നോർത്ത് കുറ്റപ്പെടുത്തി ദേഹം മുറിച്ച് സങ്കടപ്പെട്ട് കണ്ണുനീരൊഴുക്കിയിരിക്കുന്നതിന് മുമ്പ് കുട്ടികളെ വളർത്താൻ കൂടി പഠിക്കുക. കൗതുകങ്ങൾക്കപ്പുറത്ത് കുട്ടികളുടെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളെക്കുറിച്ചിട്ട് എന്താണ് പേരൻറ്റിങ് എന്നതിനെക്കുറിച്ചിട്ടൊക്കെ ഒന്ന് മാതാപിതാക്കൾ പഠിക്കാൻ ശ്രമിച്ചാൽ ആ കുട്ടികൾ അക്രമകാരികളാവില്ല. ലഹരി വേണം. ആ ലഹരി നമുക്ക് ജീവിക്കാനുള്ള ലഹരിയാണ്. നമ്മൾ ഓരോ മേഖലകളിൽ ലഹരിയോടുകൂടി ആ മേഖലയെ കാണാൻ തുടങ്ങിയാൽ എത്ര മനോഹരമായ പുതിയ പുതിയ സൃഷ്ടികൾ ഉണ്ടാക്കാൻ സാധിക്കും. ആർട്ടിഫിഷ്യലായിട്ടുള്ള സിന്തറ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ ഈ ബ്രെയിനിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം കുറച്ച് നാൾ ആക്റ്റീവായി വോൾട്ടേജ് കൂടുമ്പോൾ ബൾബിന് പ്രകാശം കൂടുന്നു, കുറച്ച് സമയം കഴിയുമ്പോൾ ഫ്യൂസായി പോകുന്നു എന്നതുപോലെ തന്നെ ഓരോ ജീവനുകളും ഇല്ലാതായി മാറുന്നു, ഇല്ലെങ്കിൽ ജയിലറകളിൽ മാറുന്നു, ഇല്ലെങ്കിൽ ഭ്രാന്തമായിട്ട് എവിടെയൊക്കെയോ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു. ഇതെല്ലാം നമ്മുടെ കുട്ടികളാണ്. തിങ്ക് പോസിറ്റീവ്. Have a great day. Bye-bye.
Next, we welcome Nipin Niravan onto the stage.